ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. 2013 നെയ്മർ ജൂനിയർ സാന്റോസ് വിട്ടുകൊണ്ട് FC ബാഴ്സലോണയിലേക്ക് പോയത്. പക്ഷേ നെയ്മർ ഇപ്പോൾ സാന്റോസിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ വരുന്നുണ്ട്. വരുന്ന സമ്മറിൽ അദ്ദേഹം ബാഴ്സലോണയിലേക്ക് തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമറുകൾ വളരെയധികം ശക്തമാണ്. യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉള്ളത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 2013 നെയ്മർ ജൂനിയറെ സ്വന്തമാക്കിയ സമയത്ത് സാന്റോസിലെ മറ്റൊരു താരമായ ഗബ്രിയേൽ ബാർബോസയുടെ കാര്യത്തിൽ ഒരു ക്ലോസ് FC ബാഴ്സലോണ സാന്റോസിന് മുന്നിൽ വെച്ചിരുന്നു. അതായത് ഫസ്റ്റ് റെഫ്യൂസൽ ഓപ്ഷൻ എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. അതായത് ഗാബി ഗോളിന് മറ്റേതെങ്കിലും ക്ലബിൽ നിന്നും ഓഫർ വരികയാണെങ്കിൽ അത് FC ബാഴ്സലോണയെ ആദ്യം അറിയിക്കേണ്ടത് സാന്റോസ് ആണ്. ബാഴ്സയെ അറിയിച്ചതിന് ശേഷം മാത്രമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാന്റോസിന് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ക്ലോസ് നെയ്മറുടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് ബാഴ്സലോണ വെച്ചിരുന്നു. പക്ഷേ സാന്റോസ് അത് ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2016 ഗാബി ഗോളിന് വേണ്ടി ഇന്റർ മിലാൻ ഒരു ഓഫർ നൽകിയിരുന്നു. ആ സമയത്ത് ബാഴ്സയെ ഇത് അറിയിക്കാൻ സാന്റോസ് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇന്റർ മിലാന് 30 മില്യൺ യൂറോക്ക് ഗാബി ഗോളിനെ വിൽക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ നിയമലംഘനമാണ്. ആദ്യം ബാഴ്സയെ അറിയിക്കേണ്ട ഒരു ചുമതല സാന്റോസിനുണ്ടായിരുന്നു. എന്നിട്ട് ബാഴ്സ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമായിരുന്നു ഗാബി ഗോളിനെ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറണോ എന്ന ഒരു തീരുമാനം എടുക്കാൻ സാന്റോസിന് സാധിക്കുകയുള്ളൂ. ഏതായാലും സാന്റോസ് ആ ഒരു നിയമലംഘനം നടത്തിയതോടുകൂടി ബാഴ്സലോണ ഫിഫയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ വിഷയത്തിൽ 3 മില്യൺ യൂറോ FC ബാഴ്സലോണക്ക് നഷ്ടപരിഹാരമായി കൊണ്ട് സാന്റോസിൽ നിന്നും ലഭിക്കാനുണ്ട് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2016 മുതലാണ് ആ ഒരു തുക നൽകേണ്ടതായി വരിക. അന്നാണല്ലോ അവർ ആ ഒരു നിയമലംഘനം നടത്തിയിട്ടുള്ളത്. എന്നാൽ അത് ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. നിലവിൽ FC ബാഴ്സലോണക്ക് 3 മില്യൺ യൂറോ സാന്റോസിൽ നിന്നും ലഭിക്കാനുണ്ട്. അത് നൽകാൻ അവരിപ്പോൾ തയ്യാറായിട്ടില്ല, ഇപ്പോഴും നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് സ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ഇതിപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.